ആവശ്യത്തിലധികം ലഭിച്ചാൽ ഭാഗ്യം, എന്നിട്ടും കരയുന്നുവെങ്കിൽ നിർഭാഗ്യം, ഉള്ളതിൽ സന്തോഷിച്ചാൽ സൗഭാഗ്യം. നിന്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ നീ എടുക്കണം. കാരണം നിന്നെയും നിന്റെ സാഹചര്യത്തെയും നിന്നോളം മറ്റാർക്കും അറിയില്ല. മനുഷ്യൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് അവൻ്റെ ആരോഗ്യമാണ്. ഒരു വ്യക്തിയുടെ ആരോഗ്യം അവനെ വിട്ടുപോകുന്ന ദിവസം അത് എല്ലാ ബന്ധങ്ങൾക്കും ഭാരമായി മാറുന്നു. ജീവിതത്തിൽ 2 കാര്യങ്ങൾ പഠിക്കുക. ഒന്ന് നിശബ്ദത പാലിക്കുക, രണ്ടാമത്തേത് ക്ഷമിക്കുക. കാരണം നിശബ്ദതയേക്കാൾ വലിയ ഉത്തരമില്ല, ക്ഷമിക്കുന്നതിനേക്കാൾ വലിയ ശിക്ഷയുമില്ല. സമയം ആർക്കും ഒരുപോലെ ആയിരിക്കില്ല. മറ്റുള്ളവരെ കരയിപ്പിക്കുന്നവർ പോലും കരയുന്ന ദിവസം വരും. ജീവിതം ചിലപ്പോൾ വളരെ വിചിത്രമാണ്. നമ്മളെ സഹായിക്കുമെന്ന് കരുതുന്നവർ പോലും നോക്കി നിൽക്കുമ്പോൾ നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്തവർ നമ്മളെ സഹായിക്കാൻ എത്തുന്നത് കാണാം. വാക്കുകൾക്കും അതിൻ്റേതായ രുചിയുണ്ട്. ആരോടെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് അത് സ്വയം രുചിച്ചു നോക്കൂ. നിങ്ങൾക്കത് സ്വയം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ മറ്റാർക്കും അത് ഇഷ്ടപ്പെടുകയില്ല. പ്രശ്നം പരിഹരിക്കുക, അല്ലെങ്കിൽ പ്രശ്നം ഉപേക്ഷിക്കുക. എന്നാൽ പ്രശ്നവുമായി ജീവിക്കരുത്. ബലം പ്രയോഗിച്ച് ഒരാളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നതിനേക്കാൾ സ്വയം നിയന്ത്രിച്ച് ഒരാളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് നല്ലത്. നല്ല സ്വഭാവത്തിന് സൗന്ദര്യത്തിൻ്റെ അഭാവം നികത്താൻ കഴിയും. എന്നാൽ സൗന്ദര്യത്തിന് ഒരിക്കലും നല്ല സ്വഭാവത്തിന് പകരം വയ്ക്കാൻ കഴിയില്ല. എത്ര ഉന്നത സ്ഥാനം ലഭിച്ചാലും എത്ര വലിയ ബിരുദങ്ങൾ നേടിയാലും സംസാര മര്യാദയും മനുഷ്യത്വവും പഠിച്ചില്ലെങ്കിൽ ആ വ്യക്തി നിരക്ഷരനു തുല്യമാണ്. തെറ്റായ പാത, തെറ്റായ ആളുകൾ, തെറ്റായ സാഹചര്യങ്ങൾ, തെറ്റായ അനുഭവങ്ങൾ എന്നിവ ആവശ്യമാണ്. അവ നമുക്ക് ശരിയായത് എന്താണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. 2 കാര്യങ്ങൾ നിങ്ങളെ നിർവചിക്കുന്നു. 1. നിങ്ങൾക്ക് ഒന്നുമില്ലാത്തപ്പോൾ നിങ്ങളുടെ ക്ഷമ. 2. നിങ്ങൾക്ക് എല്ലാം ഉള്ളപ്പോൾ നിങ്ങളുടെ മനോഭാവം. വളർത്തുഗുണവും വീട്ടിലെ സംസാരവും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. പഠനം കൊണ്ട് മാത്രം ആരും നല്ല വ്യക്തിയാവില്ല. സംതൃപ്തി ദരിദ്രനെ ധനികനാക്കുന്നു. അസംതൃപ്തി ധനികനെ ദരിദ്രനാക്കുന്നു. കിട്ടുന്നതിൽ സംതൃപ്തി കണ്ടെത്തുന്നവർക്കേ ജീവിതത്തിൽ സമാധാനം കിട്ടൂ. എപ്പോഴും സ്വയം വിശ്വസിക്കുക. കാരണം മരത്തിലിരിക്കുന്ന പക്ഷി ഒരിക്കലും കൊമ്പൊടിയുമെന്ന് ഭയപ്പെടുന്നില്ല. കാരണം അതിൻ്റെ വിശ്വാസം ശാഖയിലല്ല, സ്വന്തം ചിറകിലാണ്. നിങ്ങളുടെ ബലഹീനതകൾ ആളുകളോട് വെളിപ്പെടുത്തരുത്. കാരണം ആളുകൾ പലപ്പോഴും നിങ്ങളുടെ ബലഹീനതകൾ തെറ്റായ സമയത്ത് സ്വന്തം നേട്ടത്തിനായി ഉപയോഗിക്കുന്നു. ചിന്തകളും വെള്ളവും എപ്പോഴും ശുദ്ധമായിരിക്കണം. മലിനമായ വെള്ളം ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. മലിനമായ ചിന്തകൾ ജീവിതത്തെ നശിപ്പിക്കുന്നു.